രാജ്യത്ത് ഇന്ന് നിലവിൽ വന്ന തൊഴിൽ നിയമത്തിന്റെ പ്രത്യേകതകൾ അറിയാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷിത ജഗത്ത് വിശദീകരിക്കും. ധന്യ, 5 വർഷം മുൻപ് തന്നെ ഇത്തരത്തിലൊരു തൊഴിൽ നിയമത്തിൽ മാറ്റം വരുത്താൻ ആലോചിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴാണ് തൊഴിലാളി സംഘടനകളുടെ വിവിധ രീതിയിലുള്ള എതിർപ്പ് അതിന് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. പ്രധാനമായിട്ടും തൊഴിൽ നിയമങ്ങൾ മാറുമ്പോൾ 29 തൊഴിൽ നിയമങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് മാറിക്കൊണ്ടിപ്പോൾ 4 പുതിയ ലേബർ കോഡുകളായി മാറുകയാണ്. അതിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സമഗ്ര തൊഴിൽ പരിഷ്കാരം എന്നുള്ളതാണ് അതിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് വേതന കോഡാണ്. വേതന കോഡിൽ വരുന്നത് അസംഘടിത മേഖലയിലെ അടിസ്ഥാന മിനിമം വേതനം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിലെ ഒരുപക്ഷെ ആ കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന മേഖലയിൽ ഇപ്പോൾ മുതലാളിമാർക്ക് തോന്നുന്ന രീതിയിൽ, തൊഴിലുടമകൾക്ക് തോന്നുന്ന രീതിയിലുള്ള ശമ്പളമാണ്, വേതനമാണ് നൽകുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ ഒരുപക്ഷെ അത് ഇടയാക്കിയേക്കും. വേതനം സർക്കാർ നിശ്ചയിക്കുമെന്നുള്ളതാണ്. ഈ അടിസ്ഥാന ശമ്പളം ഓരോ മേഖലയിലും ഏതാണോ അടിസ്ഥാന ശമ്പളം വേണ്ടത് അത് സർക്കാർ നിശ്ചയിക്കും. അതിന് സർക്കാർ വെക്കുന്നത് നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓരോ തൊഴിൽ മേഖലയ്ക്കും ഓരോ നൈപുണ്യമായിരിക്കും. അതിന് വേണ്ടിയുള്ള ആ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വേതനം നിശ്ചയിക്കുമെന്നുള്ള കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. വേതനക്കോഡിൽ മറ്റൊന്നുള്ളത് 5 വർഷത്തിലൊരിക്കൽ നിർബന്ധമായും വേതനം പരിഷ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരു തൊഴിലിന് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത വേതനം നൽകുന്നതുണ്ടെങ്കിൽ അത് പാടില്ല. 2 പേർക്കും ഒരേ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും ഒരേ വേതനം എന്നുള്ള രീതിയിലേക്ക് വരണമെന്ന് കൂടെ വേതനക്കോഡിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഉള്ള കോഡ് എന്ന് പറയുന്നത് തൊഴിലിട സുരക്ഷാ കോഡാണ്. അതിൽ ജോലി സമയം ആഴ്ചയിൽ 48 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6-ന് മുൻപും രാത്രി 7-ന് ശേഷവും സ്ത്രീകൾക്ക് എവിടെയും ജോലി ചെയ്യാമെന്നുള്ള ഒരു രീതി കൂടെ അതിൽ വരുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പമുള്ളത് വ്യവസായ ബന്ധ കോഡാണ്. 100 ജീവനക്കാരുടെ 10% ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രേഡ് യൂണിയൻ അനുവദിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു ഇതിനെയാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ എതിർക്കുകയും ചെയ്തിരിക്കുന്നത്. തൊഴിലാളികളല്ലാത്തവർക്ക് അവിടെ ഭാരവാഹികളാകാനില്ല എന്നുകൂടെ പറയുന്നുണ്ട്. ഇതിനെ പ്രധാനമായും തൊഴിൽ സംഘടനകൾ BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ കഴിഞ്ഞ 5 വർഷമായി തന്നെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ഒരു നടപടിക്രമമാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഈ വ്യവസായ ബന്ധക്കൂടിലുള്ളത് കൂട്ട കാഷ്വൽ അവധി പണിമുടക്കായി കണക്കാക്കുമെന്നുള്ള കാര്യം കൂടിയാണ്. കുറഞ്ഞത് 300 ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ അടച്ചുപൂട്ടൽ നേരിടുന്ന ഒരു കമ്പനിക്ക് അത് അടച്ചുപൂട്ടാൻ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുള്ളൂ എന്ന് കൂടി അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കോഡ് എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ കോഡാണ്. അതിൽ DA, റീറ്റെയിനിങ് അലവൻസ് എന്നിവ നമ്മുടെ എല്ലാ അലവൻസും ഒന്നിച്ച് ഒരു വേതനത്തിൽ ഉൾപ്പെടുമെന്നുള്ളതാണ് അതിൽ പറയുന്നത്. 10 താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ESI നിർബന്ധമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 10 താഴെ തൊഴിലാളികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. സാമൂഹ്യ സുരക്ഷാ കോഡിൽ പറയുന്നത് തൊഴിലിടത്തിലേക്ക് നമ്മൾ വരുന്നതും തിരിച്ചു പോകുന്നു. ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് അപകടം ഉണ്ടാവുകയാണെങ്കിൽ ആ അപകടം കൂടെ അവിടെ തന്നെ നഷ്ടപരിഹാരം നൽകണം. അത് തൊഴിലിടത്തിലുണ്ടായിരിക്കുന്ന അപകടമായി പരിഗണിച്ചുകൊണ്ട് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. തൊഴിലാളി സംഘടനകൾ പ്രധാനമായിട്ടും ഇതിൽ എതിർപ്പുന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോലി സമയത്തിലെ വ്യവസ്ഥകളാണ്. അത് കമ്പനികൾ മുതലെടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ജോലി സമയം കൂട്ടാൻ തൊഴിലുടമകൾക്ക് ആവശ്യത്തിനനുസരിച്ച് തൊഴിലാളികളെ മാക്സിമം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയിലേക്ക് തൊഴിൽ കൂട്ടാനുള്ള ഒരു കാര്യം കൂടി അതിൽ ഉൾപ്പെടുമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു 4 കോഡുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അത് പ്രകാരം തൊഴിലാളി സംഘടനകൾ ഇപ്പോഴും നിലവിൽ വരുമ്പോൾ പോലും എതിർപ്പുന്നയിച്ചുകൊണ്ടുണ്ട്. പ്രതിപക്ഷ സംഘടനകളും ഒപ്പം തന്നെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ ഇതിൽ എതിർപ്പുന്നയിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ധന്യ.